കണിമംഗലം കോവിലകം കണ്ടിറങ്ങിയിരിക്കുകയാണ്. റാഫി, അജ്മൽ ഖാൻ, അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ താരങ്ങൾ അണിനിരന്ന കണിമംഗലം കോവിലകം. ജോർജ് ഉണ്ട്, വിഘ്നേഷ് ഉണ്ട്, വി ക്യു വ്ളോഗ്സിലെ വിഘ്നേഷ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര്, അമ്മു സമൃദ്ധ, കുറേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മുഖങ്ങളൊക്കെ ഈ പടത്തിനകത്തുണ്ട്. ആൻഡ് ഓബിയസ്ലി കണിമംഗലം കോവിലകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെബ് സീരീസ് ആയിട്ട് വന്ന നിങ്ങളിൽ പലരും കണ്ടു കാണും. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നോ. ആൻഡ് ഈ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ പടം ഒരു ഹോസ്റ്റൽ ബേസ്ഡ് ഹൊറർ ത്രില്ലറാണ്. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫോർ മീ, ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്, എനിക്ക് അത്ര ശോകമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഭയങ്കര ക്ലീഷേ ശോകം. കാരണം അടിക്കുന്ന കോമഡിയോ കൗണ്ടറോ പരിപാടികളൊന്നും മറക്കല്ല. ഒരു ഹോസ്റ്റൽ ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തത് ഭയങ്കര ശോകമായിട്ട് തോന്നി. അതെന്താ അറിയില്ല, ഡയറക്ടർ പല സമയത്തും വേണമെന്ന് വെച്ചിട്ട് കുറേ സിറ്റുവേഷണൽ സാധനങ്ങൾ സിറ്റുവേഷനിലൂടെ വരണം, കൗണ്ടേഴ്സും സാധനങ്ങളൊക്കെ. പക്ഷേ ഒരുമാതിരി വെച്ച് പോകുന്നത് ഒരവസ്ഥയാണ്. ചില ഷോട്ടുകളിലൊക്കെ ഓടി വരുന്ന ഷോട്ടൊക്കെ ഉണ്ട് ഇവർ കുറച്ച് പേര്. സെമിത്തേരി ഒരു വലിയ എലമെൻ്റാണ്, അതിൽ നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ ഓടി വന്ന് നിൽക്കുന്ന സീനിലൊക്കെ ക്ലീഷേ പോലെ വന്നിട്ട് സിനിമാറ്റിക് സാധനം ഉണ്ടല്ലോ, സിനിമയിലൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ പിന്നെ കിതയ്ക്കാൻ വേണ്ടി ഇങ്ങനെ താന്ന് നിൽക്കണമല്ലോ, ഒരു കൂട്ടത്തോടു കൂടി കുറച്ച് ആൾക്കാർ താന്ന് നിൽക്കുന്നു. അങ്ങനെ കുറേ സെറ്റ് പീസുകൾ ഭയങ്കര ഇത് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങോട്ട്, അതായത് ആ സിനിമ ഫ്രെയിമിൽ സിനിമയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയുള്ള കുറേ ഐറ്റങ്ങൾ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ശോകം. ഫസ്റ്റ് ഹാഫിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കാണ് പടത്തിൽ ഈ ഹൊറർ എലമെൻറ്റ് കയറി വരുന്നത്. ഓക്കെ, ഹൊറർ എലമെൻറ്റ് കയറി വന്നപ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഇൻ്റർവെൽ പോർഷൻ തന്നെ കുറച്ചൊന്ന് ഇനി ഇതിലെന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഫീലിംഗ് തന്നിട്ടുണ്ടായിരുന്നു. കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതിന് മുമ്പ് സീരീസ് ഓഫ് വീഡിയോസ് കണ്ട ആളുകൾക്ക് ഓബിയസ്ലി ഇതിൽ ആ ഒരു ഹൊറർ എലമെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന കുറേ കോമഡി സീനുകളൊക്കെ കണിമംഗലം കോവിലകം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഐറ്റത്തിനകത്തുള്ള കുറേ ആ ബോർഡും എഴുതുന്ന ഒരു ഐറ്റമൊക്കെ ഉണ്ട്. അതൊക്കെ ഓൾറെഡി യൂട്യൂബിൽ അവരുടെ ആ ഒരു സീരീസിനകത്തുള്ള ഒരു ഐറ്റമൊക്കെയാണ്. റാഫി പോയിട്ട് ബോർഡും എഴുതുന്നതൊക്കെ അതൊക്കെ അതുപോലെ ഇതിലേക്ക് മാറ്റി ഓൾമോസ്റ്റ് സെയിം കാസ്റ്റുമാണ് ഇതിനകത്ത്. കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിളായി എന്നല്ലാതെ അല്ലാത്തതൊക്കെ സെയിം കാസ്റ്റാണ്. ഇതിൽ അജ്മൽ ഖാനാണ് പുതിയതായിട്ടൊരു ന്യൂ എൻട്രി, അമ്മു സമൃദ്ധ, അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ പുതിയതായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ റാഫി, അജ്മൽ ഖാൻ, പിന്നെ അവരുടെ കൂട്ടത്തിൽ അബി കൃഷ്, ഓക്കെ, അങ്ങനെ 2-3 ആൾക്കാർ ചേർന്നിട്ട് ഒരു ഹോസ്റ്റലിലേക്ക് ലൈക്ക് ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരികയാണ്. അവിടെ യൂഷ്വൽ തിങ്സ് ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ ഫസ്റ്റ് ഇയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള റാഗിങ് അത് ഇത് അങ്ങനത്തെ പരിപാടികളും ബിൽഡപ്പ് ഒക്കെയാണ് നടക്കുന്നത്. പിന്നെ ആ ഹോസ്റ്റലിലെ ഒരു കണിമംഗലം എന്ന് പറഞ്ഞൊരു റൂമിലേക്ക് കഥ കോൺസെൻട്രേറ്റ് ആവുകയാണ്. അത് എന്തുകൊണ്ട് കോൺസെൻട്രേറ്റ് ആവാനുള്ള റീസൺ എന്താണെന്നൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ പോകുന്നത്. അതേ ഞാൻ പറഞ്ഞത് കുറേ സാധനങ്ങളൊക്കെ ഈ കോളേജ് ബേസ്ഡ് ഹോസ്റ്റൽ ബേസ്ഡ് നടക്കുന്നത് ഒരു യൂഷ്വൽ. ഇപ്പോൾ അടികപ്പിയാരെ കൂട്ടമണി ഒരു എക്സ്പെക്ടേഷനിലൊന്നും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഹോസ്റ്റൽ സാധനങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഭയങ്കര അതിലെന്താ പറയുക, കാസ്റ്റിങ്ങിൽ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും, പക്ഷേ ഇതെന്ത് സീനിയർ ഇതെന്ത് ജൂനിയർ എന്നുള്ളൊരു ഐറ്റം. സീനിയർ ജൂനിയർ എന്ന് പറഞ്ഞ അവരുടെ ഒരു കാസ്റ്റിങ്ങിൽ തന്നെ എന്തൊക്കെയോ ഒരു മിസ്മാച്ചിങ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കടന്നപ്പോഴത്തേക്ക് പടം പിക്കായത് ഈ ഹൊറർ എലമെൻറ്റ് വന്നപ്പോഴാണ്. ഹൊറർ എലമെൻറ്റ് കയറി വരാൻ തുടങ്ങിയതോട് കൂടിയിട്ട് പടത്തിൻ്റെ BGMൻ്റെ മൂഡ് മാറി, അഭിനയിക്കുന്നവരുടെ ബോഡി ലാംഗ്വേജ് മാറി. എനിക്കിതിൽ സർപ്രൈസിങ് ഈസ് അജ്മൽ ഖാൻ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ ആ ഒരു അതായത് 90s കിഡ്സ് ജെൻസി ആകുന്ന സമയത്ത് നമുക്ക് അജ്മൽ ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഈ കിടിലം മൊഞ്ചൻ ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ എപ്പോൾ സിനിമയിൽ വരും, എപ്പോൾ ഒരു ഫുൾ സിനിമയുടെ ഭാഗമാവും. പല സിനിമയിലും അവിടെ ഇവിടെയും കണ്ടുപോയി എന്നല്ലാതെ അജ്മൽ ഖാൻ ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് സാധനം കിട്ടിയിട്ടില്ലല്ലോ. അജ്മൽ ഖാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി. പിന്നെ റാഫിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. റാഫി അങ്ങനത്തെ ഒരു ആക്ടറാണ്. അയാൾക്ക് ബോഡി ലാംഗ്വേജ് ഇടാനാണെങ്കിലും അയാൾക്ക് കോമഡി ആണെങ്കിലും സീരിയസ്നെസ് ആണെന്നുണ്ടെങ്കിലും സിനിമയിൽ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് റാഫിയുടെ. അപ്പോൾ റാഫിക്ക് ഇനി ചാൻസുകൾ കിട്ടാൻ ഡെഫിനറ്റ്ലി ചാൻസ് ഉണ്ട്. അതല്ലാത്ത ബാക്കി കാസ്റ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എനിക്ക് ജോർജിന് വളരെ കുറച്ച് എന്താ പറയുക ഡയലോഗ് ഡെലിവറിയും പരിപാടികളും ഉള്ളതെന്നുണ്ടെങ്കിലും സീനിയേഴ്സിൻ്റെ കൂട്ടത്തിലാണ് ജോർജ് നിൽക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിലൊരു ഇമ്പാക്റ്റ് ജോർജിന് കിട്ടി. ജോർജിനും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്യൂച്ചർ ഉള്ള പോലെ തോന്നി. കാരണം ക്യാമറയിലൊക്കെ ജോർജ് പക്കയാണ്, ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ജോർജാണ് അതിൽ പക്ക. അപ്പം അങ്ങനെ കുറച്ച് എന്താ പറയുക, നമുക്കറിയുന്ന ആളുകളുടെ ഒരു നല്ല പെർഫോമൻസ് കാണുമ്പോൾ ഒരു സന്തോഷം എന്താണെങ്കിലും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് ഈ 3 പേരെ, ഈ ട്രയോനെ, ഈ 3 ഫ്രണ്ട്സിനെ, ഒരു ഹോസ്റ്റലിനകത്ത് ഒരു റൂമിലുള്ള 3 ഫ്രണ്ട്സ്,
അവർക്ക് ഈ ഹൊറർ എലമെൻ്റ് ഏത് വഴി കയറി വരുന്നു, ഈ ഹൊറർ എലമെൻ്റ് അവരെങ്ങനെ അവരുടെ ലൈഫ് ആ ഒരു കോളേജിനകത്ത് മാറ്റുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫ്. ആ സെക്കൻഡ് ഹാഫിൽ തന്നെ അവരൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ പോണ വഴി തന്നെ അത്യാവശ്യം നമുക്ക് പ്രഡിക്റ്റബിളാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ പ്രഡിക്റ്റബിളാണ്. ബട്ട് അതിനൊരു പേസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ബോറടിച്ചില്ല. സെക്കൻഡ് ഹാഫ് അങ്ങനെ ആ ഒരു ഹൊററും ആ ഒരു പോണൊരു ഫ്ലോവും വെച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡയറക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്പീഡ് പിടിച്ചിട്ടുണ്ട് ഇതിന്. പിന്നെ കുറേയൊക്കെ സിറ്റുവേഷണൽ കോമഡികളും സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ വർക്കാണ്. ഈ ഹൊറർ വരുമ്പോൾ കോമഡികൾ വർക്കായത് ഇതിനൊരു പ്ലസ് ചെയ്യും സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒന്നിങ്ങനെ ഒരു ഫ്ലോയിൽ തുടങ്ങി കുറച്ചിങ്ങനെ ഒരു ത്രില്ലിംഗ് ആയി വന്ന് എവിടുന്നും ഇല്ലാത്ത രീതിയിലാണ് സ്റ്റോപ്പ് ചെയ്തു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഫോർ മീ ഇവർക്ക് ഈ ഫസ്റ്റ് ഹാഫിലെ കുറേ ക്ലീഷേ സാധനങ്ങളും കുറച്ച് വലിച്ചു നീട്ടുകളും കട്ട് ചെയ്ത് രണ്ടെണ്ണാക്കി ഇത് എടുക്കണേക്കാൾ നല്ലത് ഒറ്റ ഒരു സിനിമയ്ക്കകത്ത് വെച്ചിട്ട് പോകാനുള്ള. കാരണം സെക്കൻഡ് ഹാഫ് ആ പേസ് പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് തീർക്കും വരുന്നതാണ്, പക്ഷെ അവർ തീർത്തില്ല. അത് അതിനിടയിൽ ഒരു ക്യാമിയോ വരുന്നുണ്ട്. ആ ക്യാമിയോ അത്ര എന്താ പറയുക, പ്രൊഡക്ഷൻ സൈഡിൽ അത്ര ഫണ്ടില്ലാത്തത് കൊണ്ടോ അതോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ആ ക്യാമിയോക്ക് കുറച്ചും കൂടി റോൾ ഉള്ളത് കൊണ്ടോ എന്നറിയില്ല. അത് വന്നു അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. കാരണം നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആ ക്യാരക്ടർ വന്നാലും ആ ക്യാരക്ടർ വന്നത് തന്നെ ഒരുമാതിരി ഞാൻ അഭിനയിക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ അഭിനയിച്ച് പോലത്തെ ഒരു ഫീലൊക്കെ തോന്നി ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സൈഡ്. നമുക്ക് ആ പടത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കിട്ടി വന്നപ്പോഴത്തേക്കും പടം തീർന്നു. അതാണ് ഉണ്ടായത്. സെക്കൻഡ് ഹാഫിൽ ടുവേർഡ്സ് എൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക്, ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ക്ലൈമാക്സ് ഇല്ല, ഇതൊരു വെബ് സീരീസ് അവരെങ്ങനെയാണ് നിർത്തുന്നത് അതുപോലെ നിർത്തിപ്പോയി, ടം എന്ന് പറഞ്ഞ് നിർത്തിപ്പോയി അവർ. അങ്ങനെ നിർത്തിപ്പോയിട്ട് ഇനി സെക്കൻഡ് ഹാഫ് എന്ത് എന്നുള്ളതൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ പഴയതിൽ നിന്ന് എടുത്തതായതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഓബിയസ്ലി അതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിനു വേണ്ടി ഒരു കോർ ഓഡിയൻസ് വെയിറ്റ് ചെയ്തിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഫോർ മീ ഇത് ഈ ഒരു ഒറ്റ പടമാക്കി തന്നെ തീർക്കായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു തോട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു സക്സസ്സും ഇതിൻ്റെ ഒരു റവന്യൂ ഒക്കെ വെച്ചിട്ടാണല്ലോ ഇനി ഇതിന് സെക്കൻഡ് എന്നുള്ള പരിപാടി. അതോ ഇനി ഒരു ഓൾറെഡി ഷൂട്ട് ചെയ്തോന്ന് അറിയില്ല, ഷൂട്ട് ചെയ്തിരിക്കാൻ വഴിയില്ല. കാരണം അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് 1 പാർട്ട് 1 പാർട്ട് 2 ഇറക്കുന്ന ഒരു സീരീസ് ഒന്നും ആയിട്ട് എവിടെയും ഞാൻ കണ്ടതും കേട്ടതൊന്നുമില്ല. പിന്നെ സോങ്ങുകളൊന്നും അങ്ങനെ ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നില്ല. സോങ്ങുകളൊക്കെ അങ്ങനെ ഒരു മൂഡിൽ അങ്ങോട്ട് പോയി കിട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ഒരു അടികപ്പിയാരെ കൂട്ടമണിയൊക്കെ പാടെ കൂടി മിക്സ് ചെയ്തൊരു ഐറ്റം ആണെങ്കിൽ, ഓബിയസ്ലി കണിമംഗലം കോവിലകത്തിന് ഫാൻ ബേസ് ഉണ്ട്, അത് കണ്ടവരുണ്ടാവും. അപ്പോൾ അവർക്ക് ആ കണ്ട ആളുകൾക്കും കൂടി ഇത് സിനിമാറ്റിക് ആകുമ്പോൾ എന്തെന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റിയിൽ കയറിയതായിരിക്കും. അവർക്ക് പോലും അവരെ വലിയ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെൻ്റ് അതിനകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യിക്കില്ല. കാരണം അതിനുള്ള ഒരു സംഗതി ഇല്ല. സെക്കൻഡ് ഹാഫിലാണ് ഞാൻ പറഞ്ഞ പോലെ പ്രേതവും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി അപ്പോൾ ടെക്നിക്കലി ഒന്ന് ഇമ്പ്രൂവ് ആയി പടം. ഒരു ഹോസ്റ്റല്, മറ്റേത് ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഹോസ്റ്റല്, ഒരു സെമിത്തേരി, ആ സെമിത്തേരിൻ്റെ ബിൽഡപ്പ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സെമിത്തേരീൻ്റെ ദുരൂഹത, ഒരു റൂമിൻ്റെ ദുരൂഹത, വന്ന പ്രേതത്തിൻ്റെ ദുരൂഹത, ഇതൊക്കെ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ സിനിമ കണ്ടുകണ്ട് അപ്പോൾ ഞാൻ കണിമംഗലം 1 കണ്ട് ഞാൻ അതെ പൊട്ടറാ അങ്ങനെ തോന്നിപ്പോവും. ഞാൻ മണ്ടറാടേ, ഞാൻ പൊട്ടറാ തോന്നിപ്പോവും നമുക്ക്. ഇത് എനിക്ക് ഫോർ മീ ഇത് ഈ ഒരൊറ്റ സിനിമയിൽ നിർത്തിക്കായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ബാക്കി അഭിനയിച്ചവരൊക്കെ ചെക്കന്മാർക്കൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗുകളും സ്ക്രീൻ സ്പേസും ഒക്കെ ഈക്വലായിട്ട് ഫസ്റ്റ് ഹാഫിൽ കൊടുത്ത് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് അജ്മലും റാഫിയും ബാക്കി ഒപ്പുള്ള ചെക്കനും എല്ലാവരും കൂടി ആക്കിയിട്ട് ഈ സാധനം അങ്ങോട്ട് എന്ത് ചെയ്തു, അവരൊന്നങ്ങോട്ട് അവിടെ ഫോക്കസ് ചെയ്ത് നിർത്തി. അത് അവരുടെ കയ്യിൽ ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് റാഫിയുടെ കയ്യിൽ അത് ഭയങ്കര ഓക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കണിമംഗലം കോവിലകം ഫോർ മീ. അങ്ങനെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ച് പോകുമൊന്നും വേണ്ട. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ ഭയങ്കര ഷോക്ക് അടിക്കും. സെക്കൻഡ് ഹാഫിൽ ആ ഹൊറർ മാത്രമാണ് നിങ്ങൾക്ക് വർക്കാവുമെന്ന് എൻ്റെ ഫീലിംഗ്, ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലിംഗാണ് പറയുന്നത്. സോ ഡീസൻറ്റ് വാച്ചാണ്. അങ്ങനെ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് കയറി കാണാൻ അങ്ങനത്തെ അല്ല, ഡീസൻറ്റ് വാച്ച്. എല്ലാവരും ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ നമുക്ക് അറിയുന്ന മുഖങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം കാണുന്ന മുഖങ്ങളൊക്കെ നമുക്ക് കയറി കാണാമല്ലോ. മനസ്സിലായോ? അങ്ങനെ ഒരു ഇതും കൂടി എനിക്കുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ കൂടി എനിക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ ഡെലിവർ ചെയ്തു. കഥയുടെ സൈഡിൽ നിന്നും പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ ഡയറക്ടർ കാണിച്ചു കൂട്ടിയ ഒരു സ്ലോനെസ് ഒക്കെയാണ് എനിക്ക് ഭയങ്കര നെഗടിച്ചത്. ബാക്കിയെല്ലാം അഭിനയവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര സ്ഥിരമായിട്ട് റീൽസ് ആണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ടാണെങ്കിലും വലിയൊരു അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അവരൊക്കെ ആ കൂളായിട്ട് തന്നെ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഡീസൻറ്റ് വാച്ച് ഫോർ മീ. ഓക്കെ, ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. വലിയ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ടെന്ന് ഞാൻ പറയും.
ഓക്കെ, ഭീകര എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കേണ്ട. എസ്പെഷ്യലി ഒരു കോളേജ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ സ്റ്റോറി, അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ, ഒരു ഹൊറർ സാധനം, അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഒന്നും നിങ്ങൾ വെക്കേണ്ട. ചുമ്മാ കയറി ഇരുന്ന് കണ്ടാൽ മതി.